എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ് വീഡിയോയിൽ. അതായത് നമുക്ക് എല്ലാവരും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പീഡന പരാതികൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ എനിക്കൊരു പീഡന പരാതി 2024 സെപ്റ്റംബറിൽ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലാവാത്തൊരു കേസ്, നമ്മുടെ നിയമം കൊടുക്കുന്ന ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു സംരക്ഷണം, അത് നമ്മുടെയൊക്കെ വ്യക്തിപരമായിട്ടുള്ള റിവെഞ്ചുകൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ബന്ധങ്ങളുടെ ഇടയിലുള്ള ഓരോ പ്രശ്നങ്ങളുടെ പേരിൽ മറ്റൊരാളുടെ മാക്സിമം ദ്രോഹിക്കാനായിട്ട് ഈ പറയുന്ന പ്രൊവിഷൻസിനൊക്കെ ഉപയോഗിക്കുന്നത് ശരിയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു ഫേക്ക് കേസ് അല്ലെങ്കിൽ ഒരു പീഡന കേസ് കൊടുത്ത് ഞാനങ്ങ് ഇല്ലാതാക്കി കളയുമെന്ന് പറയുമ്പോൾ അത് കേട്ട് ചിലപ്പോൾ എല്ലാവർക്കും അത് ഹാൻഡിൽ ചെയ്യാനും എല്ലാവരും ഫേസ് ചെയ്തൊന്നും വരില്ല. അതിൽ നമുക്കറിയാം കുറച്ച് ഇൻസിഡൻ്റ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതേപോലെ 2024 ഞാൻ ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടത്തിലായിരുന്നു. ഏകദേശം എൻ്റെ കൂടെയുള്ള എൻ്റെ ഈ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ പേർക്കൊക്കെ അറിയാം ഇതാരാണ് ആള് കാര്യങ്ങളൊക്കെ. ഞാൻ ആളുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആളുടെ ഒരു സംഭവം, അതായത് ഈ ഒരു ആള് ഒരു പീഡന കേസ് കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഡോക്യുമെൻസുകളും എൻ്റെ കൂടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്കുണ്ടായ പ്രശ്നങ്ങളും വെച്ച് ഞാനൊരു പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ കവർ ചെയ്യാനായിട്ട് തെളിവുകളില്ലാതെ വന്നപ്പോൾ എനിക്കെതിരെ കൊടുത്തൊരു പീഡന കേസാണ്. ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. 2024 കൊടുത്തു, 25 കഴിഞ്ഞ് 26 ഒരു വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ ഡോക്യുമെൻറ്റുകളും സാധനങ്ങളും എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ഇത് തന്നെ വീണ്ടും, അതായത് നീ ഇനിയും കൊടുത്താൽ ഞങ്ങൾ ഇനിയും പീഡന കേസ് കൊടുക്കും എന്നും പറഞ്ഞിട്ട് ഇപ്പം രണ്ടാമതും കൊടുക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത്, ഇതിനൊക്കെ ഈ പ്രൊവിഷൻസ് ഉള്ളത് കൊണ്ടാണോ നിങ്ങളിങ്ങനെ ഈ ഒരു ഭീഷണി? അതേപോലെ തന്നെ പൈസ അധികാരം ഉണ്ടെങ്കിൽ എല്ലാം വിലയ്ക്ക് മേടിക്കാമെന്നാണോ? എൻ്റെ കൂടെയുള്ള ഒരു 6 പേരാ, നിങ്ങളിപ്പോൾ എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്നുള്ളത്. അതിലൊരു 6 പേര് ഇപ്പോൾ അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ 6 പേര് ചേർന്നിപ്പോൾ എൻ്റെ ജീവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വേറെ പലരെയും വിളിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് എല്ലാം ചെയ്യാമെന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു മടിയില്ല, നിങ്ങളത് ചെയ്തോ. അതേപോലെ തന്നെ ഈ നാട്ടിലാണ് ഞാനും ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ജീവിച്ചതും ഈ കാണുന്ന വർഷങ്ങളിലെല്ലാം താമസിച്ചതെല്ലാം. ഇതെല്ലാം കണ്ടിട്ടുള്ള 6 പേരല്ല 60 പേരുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നിയമപരമായിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം എൻ്റെ കയ്യിലും എവിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നത് നിങ്ങൾ തെളിയിക്കുക. പീഡന കേസും കാര്യങ്ങളും നിങ്ങൾ തെളിയിക്കുക. അതല്ല എന്നുള്ളത് തെളിയിക്കുക എന്നുള്ള കാര്യങ്ങൾ എൻ്റെ ബാധ്യതയാണ്. ഞാനത് ചെയ്തിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വരും സമയങ്ങളിൽ വിശദമായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.